വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, സഹൃദയരെ, വേദിയിലുള്ളത് നമ്മുടെ സർഗാത്മക സമൂഹത്തിൻ്റെ ഒരു ഗാലക്സിയാണ് എന്ന് പറയാം. ഒരു നക്ഷത്ര സമൂഹമാണ്. അതിൽ ഓരോരുത്തരെയും പേരെടുത്ത് സംബോധന ചെയ്യേണ്ടതാണ് എന്നെനിക്കറിയാം. എന്നാൽ സമയപരിമിതി വലിയ ഒരു വെല്ലുവിളി ഉയർത്തുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. എങ്കിലും ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ബഹുമാന്യനായ ഡോക്ടർ സോഹൻ റോയ് അവറുകൾ, ഈ പരിപാടിക്ക് നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ട ഉണ്ണികൃഷ്ണൻ, അതിനൊക്കെ മാർഗനിർദ്ദേശം നൽകുന്ന അഭിവന്ദ്യനായ വസന്തമാഷ്, എനിക്ക് പ്രിയപ്പെട്ട എഴുത്തുകാരിയായ KP സുധീര, ഹിമശൈല സൈകത ഭൂമിയിൽ എന്ന് തുടങ്ങുന്ന ആ അതിമനോഹരമായ ഗാനമെഴുതിയ പ്രിയപ്പെട്ട MD രാജേന്ദ്രൻ, അങ്ങനെ നിരവധി വളരെ പ്രമുഖരായിട്ടുള്ള ആളുകൾ വേദിയിലുണ്ട്. അവരെയൊക്കെ പ്രണമിച്ചുകൊണ്ട് തുടങ്ങട്ടെ. വളരെയേറെ സന്തോഷകരമായ, ഹൃദ്യമായ, അഭിമാനകരമായ ഒരു അപരാഹ്നമാണിത്. സാഹിത്യയുടെ വേദിയിൽ ഞാനിത് ആദ്യമായല്ല വരുന്നത്. സാഹിത്യ അക്കാദമിയിൽ ഒരു പതിറ്റാണ്ടിന് ശേഷമാണ് കാലെടുത്ത് കുത്തുന്നത്. എങ്കിലും സാഹിത്യയുടെ വേദിയിൽ ഇതിനിടയ്ക്ക് എനിക്ക് വന്ന് സംസാരിക്കാനൊക്കെ ഉള്ളൊരവസരം ഉണ്ടായിട്ടുണ്ട്. സാഹിത്യത്തെക്കുറിച്ച് ഒരു സങ്കല്പം എൻ്റെ മനസ്സിൽ ഉണ്ടായത് എല്ലാ ചിന്താധാരകൾക്കും നേർക്ക് വാതിൽ തുറന്നിരിക്കുന്ന ഒരു സാഹിത്യ പ്രസ്ഥാനമാണത് എന്നതാണ്. നമ്മുടെ സാഹിത്യരംഗത്ത് വ്യത്യസ്തങ്ങളായിട്ടുള്ള സ്കൂളുകളുണ്ട്, വ്യത്യസ്തങ്ങളായിട്ടുള്ള ചിന്താധാരകളുണ്ട്. എന്നാൽ ഈ വിധത്തിലുള്ള ഈ വൈവിധ്യങ്ങൾക്ക് എല്ലാം ഇടം നൽകുന്ന ഒരു ഇടം, അതാണ് സാഹിതി എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. മറ്റു പല ഔദ്യോഗിക സ്ഥാപനങ്ങളും ആ വിധത്തിലല്ല പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ഇതര സാഹിത്യ സ്ഥാപനങ്ങളെ അപേക്ഷിച്ച് വ്യതിരിക്തമായ ഒരു വ്യക്തിത്വം പുലർത്തിപ്പോരുന്നു സാഹിതി നിരവധി വർഷങ്ങളായിട്ട് എന്ന് കാണുന്നതിൽ എനിക്കുള്ള സന്തോഷം രേഖപ്പെടുത്തട്ടെ. തീർച്ചയായും പരിണതപ്രജ്ഞനായ വസന്തമാഷിൻ്റെ മാർഗനിർദ്ദേശത്തിന് കീഴിലാണിത് പ്രവർത്തിക്കുന്നത് എന്നുള്ളതുകൊണ്ടും, വിശാലമായ മനസ്സിൻ്റെ ഉടമസ്ഥനായ ഉണ്ണികൃഷ്ണനാണ് എൻ്റെ മുഖ്യ സംഘാടകൻ എന്നതുകൊണ്ടും ആവും ഈ സ്ഥാപനത്തിന് സാഹിത്യക്ക് ഈ വിധത്തിലുള്ളൊരു വിശാല ഹൃദയത്വം ഉണ്ടായത് എന്ന് കരുതാനാണ് എനിക്ക് ഇഷ്ടം. അതിൻ്റെ പ്രവർത്തകരെല്ലാവരും തന്നെ ഈ വിധത്തിൽ പരിമിതികൾക്കതീതമായ ഒരു വിശാല ഹൃദയത്വം മനസ്സിൽ സൂക്ഷിക്കുന്നവരാണ്. അതിനെ ഞാൻ പ്രണമിക്കുന്നു. ഇവിടെ ഈ തൃശ്ശൂരിലേക്ക് വന്ന ഈ വേദിയിൽ നിൽക്കുമ്പോൾ ഒരുപാട് സ്മരണകളുടെ ഒരു സംഗമം കൂടിയായി ഇത് എനിക്ക് അനുഭവപ്പെടുന്നുണ്ട്. അഭിവന്ദ്യനായ വൈലോപ്പിള്ളി മാഷ്, ഈ പുരസ്കാരം ആരുടെ നാമധേയത്തിലാണോ ആ യൂസഫ് അലി കേച്ചേരി, കൽപ്പറ്റ ബാലകൃഷ്ണൻ സാറ്, MT ഹാൾ എന്നാണ് ഇതിൻ്റെ പേര്. അതുകൊണ്ട് തന്നെ തീർച്ചയായും അഭിവന്ദ്യനായ MT, അങ്ങനെ എത്രയോ പേരുടെ സ്മരണകൾ എൻ്റെ മനസ്സിലേക്ക് കുളിർമ ചൊരിഞ്ഞുകൊണ്ട്, ഏതാണ്ടൊരു അനുഗ്രഹം പകർന്നുകൊണ്ട് കടന്നെത്തുന്നുണ്ട്. അവരെ ഓരോരുത്തരെയും ഞാൻ പ്രണമിക്കുകയാണ്. വൈലോപ്പിള്ളി മാഷിനെക്കുറിച്ച് ഓർക്കുമ്പോൾ സത്യത്തിൽ ഒരു ഘട്ടത്തിൽ വൈലോപ്പിള്ളി മാഷ് പറഞ്ഞു എന്നാണ് എൻ്റെ ധാരണ, അദ്ദേഹം അന്തരിച്ചാൽ അദ്ദേഹത്തിൻ്റെ മൃതശരീരം സാഹിത്യ അക്കാദമിയിലേക്ക് എടുക്കരുത് എന്ന്, അവിടെ പൊതുദർശനത്തിന് വയ്ക്കരുത് എന്ന്. ഇവിടെ പൊതുദർശനത്തിന് വയ്ക്കുകയുണ്ടായോ ഇല്ലയോ എന്നെനിക്ക് നിശ്ചയമില്ല. ഏതായാലും വൈലോപ്പിള്ളി മാഷിൻ്റെ സ്മരണ സ്പന്ദിച്ച് നിൽക്കുന്ന അന്തരീക്ഷമാണിത്. ഒരു രാഷ്ട്രീയ മാറ്റത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ കൂടി നിന്നുകൊണ്ട് വൈലോപ്പിള്ളി മാഷയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എത്ര ദാർശനികമായ ഉൾക്കാഴ്ചയുള്ള ഒരു രാഷ്ട്രീയ കവി കൂടിയായിരുന്നു വൈലോപ്പിള്ളി മാഷ് എന്ന് ചിന്തിക്കാൻ എനിക്ക് തോന്നുന്നുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ ചിന്തിക്കുന്നത് എന്ന് ചോദിച്ചാൽ, എത്രയോ കാവ്യശകലങ്ങൾ അദ്ദേഹത്തിൻ്റേതായി എടുത്ത് ഉദാഹരണം എന്ന നിലയ്ക്ക് മുമ്പോട്ട് വെക്കാൻ പറ്റും. മുട്ടിയ ഞങ്ങളി സമുദായക്കെട്ടറുത്തുപോലൊറ്റ വെട്ടാലേ വീണു ഞങ്ങൾ ഹാ വെന്നിതു നിങ്ങൾ കുറ്റമാർക്കിതിൽ പോംവഴി പക്ഷേ മറ്റൊരു വിധമായിരുന്നെങ്കിൽ മർത്യലോക മഹിമ പുലർത്താൻ പറ്റിയ വിധമായിരുന്നെങ്കിൽ എന്നെഴുതിയ കവിയാണ് അദ്ദേഹം എന്നറിയാം. മർത്യലോക മഹിമ പുലർത്താൻ പറ്റുന്ന രീതിയിലുള്ള മറ്റൊരു വഴി ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുകയും ആ ആഗ്രഹം മുൻനിർത്തി പ്രവർത്തിക്കുകയും
സർഗാത്മകതയുടെ രംഗത്ത്. ആ പ്രവർത്തനത്തിൻ്റെ ഇടയിൽ സർഗാത്മക പ്രതിപക്ഷമായിരിക്കുക എന്നുള്ളതാണ് എഴുത്തുകാരൻ്റെ കടമ എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്ത മഹാകവിയാണ് വൈലോപ്പിള്ളി മാഷ്. അങ്ങനെ എത്രയോ കാവ്യശകലങ്ങൾ രാഷ്ട്രീയ രംഗത്ത് വഴികാട്ടിക്കൊണ്ട് മർദ്ദകദിന സ്വാതിനെയോർക്കും കത്തിയാൽ ആത്മഹത്യ ചെയ്യാതെ, നമ്മൾ ഇന്നത്തെ കേരളത്തിൽ, ഇന്നത്തെ ഇന്ത്യയിൽ പലപ്പോഴും ഇത് കാണുന്നുണ്ട്. മർദ്ദകദിന സ്വാതിനെ കുറിച്ചാണ് അരയിലെ കത്തി ഓർക്കുന്നത്. ആ മർദ്ദകദിന സ്വാതിനെ ഓർക്കും കത്തിയാൽ ആത്മഹത്യ ചെയ്യാതെ, പോക ഭൗതിക തൃപ്തിതൻ മധ്യമേഖലയിൽ മയങ്ങി വീഴാതെ, പോക ഞങ്ങൾ കിനാവ് കൊണ്ടൊരാ സ്നേഹ മാർഗത്തിലൂടി നീ നിങ്ങൾ. അങ്ങനെ സ്വയം ആത്മഹത്യ ചെയ്യാതെ, പരസ്പരം കുത്തിച്ചാകാതെ നിങ്ങൾ ആ മഹത്തായ ലക്ഷ്യത്തിലേക്ക് പോവുക. ചില ഇടത്താവളങ്ങളുണ്ടാവാം, അവിടുത്തെ സൗഖ്യത്തിൽ, അതിൻ്റെ ശീതളിമയിൽ നിങ്ങളെ നഷ്ടപ്പെട്ടവരായി മാറാതിരിക്കുക എന്നൊക്കെ ഓർമ്മിപ്പിച്ചു. ആ കാവ്യ ഭാഷയിലുള്ള ഓർമ്മപ്പെടുത്തലുകൾ തീർച്ചയായും കൂടുതൽ പ്രസക്തമാകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ വന്നു നിൽക്കുന്നത്. യൂസഫ് അലി കേച്ചേരിയാണെങ്കിൽ കവിതയെ തൻ്റെ നെഞ്ചിനോട് ചേർത്ത് വെച്ച ഒരു പിഞ്ചു കുഞ്ഞിനോടാണ് ഉപമിച്ചത്. ആ പിഞ്ചു കുഞ്ഞിനെ തൻ്റെ മകളാണെങ്കിലും അടർത്തിയെടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരമ്മയുടെ വേദന, അല്ലെങ്കിൽ ഒരച്ഛൻ്റെ വേദന, ഒരു മുത്തച്ഛൻ്റെ വേദന, അല്ലെങ്കിൽ ഒരു മുത്തശ്ശിയുടെ വേദന എന്താണ് എന്ന് കവിതയിലൂടെ കൃത്യമായി പറഞ്ഞു വെച്ചയാളാണ് യൂസഫ് അലി കേച്ചേരി. MT വളരെ കാവ്യാത്മകമായ ഭാഷയിൽ നമ്മുടെ ജീവിതത്തെ പകർത്തി വെച്ചയാളാണ് എന്ന് ഞാൻ പറയേണ്ടതില്ല. അങ്ങനെയുള്ള സഹൃദയരായ, സമുന്നതമനസ്കരായ പ്രഗത്ഭ വ്യക്തിത്വങ്ങളുടെ സ്മരണ തുളുമ്പി നിൽക്കുകയാണ് ഈ തൃശ്ശൂരിൽ, ഈ ഹാളിൽ. ഇന്ന് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് വളരെ ചിന്തോദ്ദീപകമായ രീതിയിൽ ഈ AI-യുടെ വെല്ലുവിളി അടക്കമുള്ള കാര്യങ്ങളെ സൂക്ഷ്മമായും സമഗ്രമായും പ്രതിപാദിച്ചുകൊണ്ട് ഡോക്ടർ സോഹൻ റായ് സംസാരിക്കുകയുണ്ടായി. ഞാനത് ശ്രദ്ധാപൂർവം കേൾക്കുകയായിരുന്നു. ഞാൻ ശ്രദ്ധാപൂർവം കേട്ടത് എന്തുകൊണ്ടാണ് എന്ന് വെച്ചാൽ, അദ്ദേഹത്തെക്കുറിച്ച് പൊതുവേ എല്ലാവർക്കും അറിയാവുന്നത് അദ്ദേഹം പ്രഗത്ഭനായ വ്യവസായിയാണ് എന്നാണ്, ചലച്ചിത്രകാരനാണ് എന്നാണ്. അതിന് താഴെ മാത്രമേ സാഹിത്യകാരൻ എന്ന നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം സഹൃദയ സമൂഹത്തിൻ്റെ മനസ്സിൽ പതിഞ്ഞിട്ടുള്ളൂ. എന്നാൽ സാഹിത്യ, സാമൂഹിക, സാംസ്കാരിക രംഗങ്ങളെ എത്ര ഗാഢമായി പരിശോധിക്കുകയും അതിൽ നിന്ന് സ്വന്തമായ ചില ചിന്തകൾ നിർദ്ധാരണം ചെയ്തെടുക്കുകയും ചെയ്യുന്ന വ്യക്തി കൂടിയാണ് അദ്ദേഹം എന്നത് മുൻനിർത്തിയാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രസംഗം സാഗൂതം കേട്ടിരുന്നത്. വ്യവസായവും സാഹിത്യവും ഒരുമിച്ച് പോകില്ല എന്നാണ് പലരും കരുതുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. വ്യവസായികൾക്കിടയിൽ സാഹിത്യകാരന്മാരുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. വ്യവസായികൾക്കിടയിൽ സാഹിത്യകാരന്മാർ ഉണ്ടാവാനിടയില്ല എന്നാരെങ്കിലും എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. കലയും ശാസ്ത്രവും ഒരുമിച്ച് പോകില്ല എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. വ്യവസായത്തെ ശാസ്ത്രമായി കരുതാമെങ്കിൽ മാത്രമേ അവ രണ്ടും ഒരുമിച്ച് പോകില്ല എന്ന് പറയാൻ പറ്റൂ. കലയും ശാസ്ത്രവും ഒരുമിച്ച് പോകില്ല. തിയറി ഓഫ് ഡിസ്പെർഷനൊക്കെ വന്ന സമയത്ത് നമുക്കറിയാം, ഇനി ഈ മഴവില്ല് കാണാൻ പറ്റില്ലല്ലോ, മഴവില്ലിൻ്റെ മനോഹാരിത ആസ്വദിക്കാൻ പറ്റില്ലല്ലോ എന്ന് വിലപിച്ച കവികളുണ്ട്. മഴവില്ല് ഇന്നതാണ് എന്ന് കൃത്യമായിട്ട് ശാസ്ത്രം പറഞ്ഞു വെച്ചാൽ പിന്നെ അതിൻ്റെ ഭംഗി ആസ്വദിക്കാൻ കഴിയാതെ പോവുക എന്ന ഒരു വിപര്യമുണ്ട്. ആ വിപര്യത്തിൻ്റെ മുന്നിൽ നിന്നുകൊണ്ടാണ് ഒരു കവി അങ്ങനെ വിലപിച്ചത്. എന്നാൽ അങ്ങനെയല്ലാതെ ശാസ്ത്രവും കലയും ഒരുമിച്ച് പോകും എന്ന് തെളിയിച്ച നിരവധി കവികളും നമുക്കുണ്ട്. ശാസ്ത്രതത്വങ്ങളെ കാവ്യാത്മകമായ ഭാഷയിൽ അവതരിപ്പിച്ചിട്ടുള്ള എത്രയോ പ്രഗത്ഭമതികളായിട്ടുള്ള ആളുകൾ നമുക്കുണ്ട്. അങ്ങനെയുള്ള ശാസ്ത്രവും കലയും വിരുദ്ധ വിപരീത ധ്രുവങ്ങളിൽ നിൽക്കുന്ന വശങ്ങൾ, അവയെ സമന്വയിപ്പിക്കാമെങ്കിൽ തീർച്ചയായും വ്യവസായവും കലയും ചേർന്ന് പോകാതിരിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ വ്യവസായവും കലയും ചേർന്ന് പോകും എന്ന് തന്നെ കരുതാനാണ് എനിക്കും താല്പര്യം. നമ്മുടെ കവിത എന്നത് തീർച്ചയായും ഒരു സവിശേഷ ഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ് എന്നെനിക്ക് തോന്നുന്നു. പരീക്ഷണങ്ങളുടെ പേരിൽ അനുഭവാത്മകതയുടേതായ കവിത ഇടക്കാലത്തെങ്കിലും പിന്തള്ളപ്പെട്ടു പോയിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടതാണ് എന്ന് പറയേണ്ടതുണ്ട്. പരീക്ഷണാത്മകത ഇവിടെ വളരെ സൂക്ഷ്മതരമായിട്ട് നമ്മുടെ കാവ്യരംഗത്തേക്ക് കടന്നു വന്നു. രൂപപരമായ, ശില്പപരമായ, ഭാവപരമായ പരീക്ഷണങ്ങളൊക്കെ ഉണ്ടായി. എന്നാൽ ഈ പരീക്ഷണങ്ങൾക്കൊക്കെ ഇടയിൽ ഇപ്പോൾ ട്രാൻസ്ലേഷനെക്കുറിച്ച് പറയുമ്പോൾ പറയാറുണ്ട്, വാട്ട് ഈസ് ലോസ്റ്റ് ഇൻ ട്രാൻസ്ലേഷൻ ഈസ് പോയട്രി എന്ന്. പരിഭാഷയിൽ നഷ്ടപ്പെട്ടു പോകുന്നത് എന്താണോ അതാണ് കവിത എന്ന് പറയാറുണ്ട്. എന്നാൽ അതിന് ഒരു മറുപടി എന്നോണം വാട്ട് സർവൈവ്സ് ട്രാൻസ്ലേഷൻ ഈസ് പോയട്രി എന്നൊരു മറുവാദവുമുണ്ട്. അതവിടെ നിൽക്കട്ടെ. ഏതായാലും ഈ
പരീക്ഷണാത്മകത കടന്നു വന്നതോടുകൂടി നമ്മുടെ ഭാഷയുടെ തനിമ പലതും നഷ്ടപ്പെട്ടു പോയോ എന്നുള്ളത് ആലോചിക്കേണ്ടതാണ് എന്നൊരു ചിന്ത പങ്കുവയ്ക്കണമെന്ന് എനിക്ക് തോന്നുന്നു. സാഹിതിയുടെ സംഘാടകരാണെങ്കിലും അതിൻ്റെ പ്രവർത്തകരാണെങ്കിലും അതിൻ്റെ സദസ്സുകളിൽ പങ്കെടുക്കുന്നവരാണെങ്കിലും ഒക്കെ തീർച്ചയായും ആ വിധത്തിലുള്ള ചിന്തയെ സ്വീകരിക്കുന്നവരായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ പരീക്ഷണാത്മകത, എക്സ്പെരിമെൻ്റലിസം അതിശക്തമായി കടന്നു വന്നപ്പോൾ എക്സ്പീരിയൻഷ്യലിസം, അനുഭവാത്മകത എവിടെയോ പോയി മറഞ്ഞു എന്ന് കരുതണം. ഈ പരീക്ഷണാത്മകത മലയാള കവിതയിലേക്ക് വന്നതോടുകൂടി മലയാളത്തിലെ എത്രയോ അധികം പദങ്ങൾ ഉപയോഗശൂന്യമായി മാറി എന്നാലോചിക്കണം. ഒരു ഭാഷ വികസിക്കുന്നത്, ഒരു ഭാഷ നവീകരിക്കപ്പെടുന്നത് അതിലെ നിലവിലുള്ള പദങ്ങളെല്ലാം നിലനിർത്തിക്കൊണ്ട് പുതിയ പദങ്ങളെ രൂപപ്പെടുത്തിയെടുക്കുന്നിടത്താണ്, പുതിയ കോയിനേജസ് ഉണ്ടാകുന്നിടത്താണ്. എന്നാൽ മലയാളത്തിലെ വലിയ ഒരു 80-85% പദങ്ങളും മലയാളത്തിൽ ഉപയോഗിക്കാതെ വിട്ടുകൊണ്ട് പരിമിത വിഭവരായ ചില ആളുകൾ അവർക്ക് വഴങ്ങുന്ന ചില പദങ്ങൾ മാത്രം ഉപയോഗിച്ച് കവിത എഴുതുന്നൊരവസ്ഥ ഉണ്ടാക്കി. അതോടുകൂടി മലയാള ഭാഷയെ ഏതാണ്ട് ഡെഡ് ലാംഗ്വേജ് എന്ന് പറയാവുന്ന ഒരവസ്ഥയുടെ വക്കിലേക്ക് കൊണ്ടെത്തിച്ചു എന്ന് പറയണം. ആ ഒരു നില ഉണ്ടായി. അതൊരു വശത്ത്. അതായത് ഒരു ഭാഷയിലെ 80-85% പദങ്ങൾ ഉപയോഗശൂന്യമാവുക എന്ന് പറഞ്ഞാൽ ആ ഭാഷയുടെ അവസ്ഥ എന്താവും എന്നുള്ളത് ഞാൻ വിശദീകരിക്കേണ്ട, അത് ഞാൻ നിങ്ങളുടെ ചിന്തയ്ക്ക് വിടുകയാണ്. അതേപോലെ മലയാള ഭാഷയുടെ തനിമയാർന്ന ചില ചൊൽവഴക്കങ്ങളുണ്ട്, താളക്രമങ്ങളുണ്ട്, ബിംബവിന്യാസ രീതികളുണ്ട്, ഈണക്രമങ്ങളുണ്ട്. ഇതൊക്കെ എവിടെ പോയി മറഞ്ഞു എന്നുള്ളത് ആലോചിക്കണം. അതിമനോഹരങ്ങളായിട്ടുള്ള എത്രയോ പദസംയുക്തങ്ങൾ നമുക്കുണ്ടായിരുന്നു. ഈ പദസന്നിവേശത്തിൻ്റേതായ എത്രയോ സവിശേഷ രീതികൾ നമുക്കുണ്ടായിരുന്നു. ആ സവിശേഷ രീതികളൊക്കെ പോയപ്പോൾ മലയാളത്തിൻ്റെ ആ തനിമ അങ്ങ് പോയപ്പോൾ മലയാളിത്തം എന്നത് നമ്മുടെ കവിതയിൽ ഇല്ലാതായി. മലയാളിത്തം എന്നത് നമ്മുടെ കവിതയിൽ ഇല്ലാതായാൽ നമ്മുടെ ഭാഷയ്ക്ക് തന്നെ ഉണ്ടാകുന്ന വലിയൊരു വിപത്ത് അതിൻ്റെ സൂചനയാകുമത്. അങ്ങനെ ഭാഷയ്ക്ക് കാവൽ നിൽക്കുക എന്നത് വലിയ ഒരു ഉത്തരവാദിത്വമായി സാഹിതിയെപ്പോലെയുള്ള പ്രസ്ഥാനങ്ങൾ ഏറ്റെടുക്കണം എന്നുകൂടി പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ഒരു അക്ഷര ശ്ലോക സംസ്കാരം ഉണ്ടായിരുന്നു, നാമജപ സംസ്കാരം ഉണ്ടായിരുന്നു. ആ നാമജപത്തെ അതിൻ്റെ സ്പിരിച്വാലിറ്റിയിൽ കണ്ടുകൊണ്ടല്ല ഞാനിത് പറയുന്നത്. ആ നാമജപ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് പദങ്ങൾ ചേർക്കേണ്ട കല, വാക്കിൻ വക്കിന് വാക്ക് തുളി നടത്തിയിടും കലാചാതുരി എന്നൊക്കെ പറയും. ആ വിധത്തിലുള്ളൊരു ക്രാഫ്റ്റ് അറിയാതെ തന്നെ നമ്മുടെ പുതിയ തലമുറയ്ക്ക് കൈവന്നിരുന്നു. അതേപോലെ ഒരു കാവ്യാത്മകതയുടേതായ ഒരു സഞ്ചിത സംസ്കാരം നമുക്കുണ്ടായിരുന്നു. ആ സഞ്ചിത സംസ്കാരത്തിൻ്റെ പരിചയത്തിലൂടെ ഒരു കാവ്യാനുശീലനം നമുക്കുണ്ടായി. ആ കാവ്യാനുശീലനത്തിൻ്റെ വേര് അറുക്കപ്പെട്ടു. നമുക്ക് ഏതാണ്ട് ഈ പഴയ രീതിയിലുള്ള ഈണങ്ങൾ, താളങ്ങൾ, ചൊൽവഴക്കങ്ങൾ ഒക്കെ ഭാഷയുടെ തനിമയായി നമ്മൾ കരുതിയത് എന്തൊക്കെയാണോ അതൊക്കെ തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു ദുരവസ്ഥ ഇതിനിടയിലുണ്ടായി. ഒരു ഭാഷ മരിക്കുന്നത് സത്യത്തിൽ ഈ രീതിയിലൊക്കെയാണ്. ആ ഭാഷ മരിക്കാതിരിക്കുന്നതിന് എന്ത് ചെയ്യാം? ഈ അക്ഷരശ്ലോക സംസ്കാരത്തെ അടക്കം റിവൈവ് ചെയ്തുകൊണ്ട് നമുക്കെങ്ങനെ ഈ ഭാഷയെ, ഭാഷയുടെ തനിമയെ, ഭാഷയുടെ ഈ വഴക്കങ്ങളെ ഒക്കെ തന്നെ നമ്മുടെ സംസ്കാരത്തിൻ്റെ വിലപ്പെട്ട ഈടുവയ്പ്പുകൾ എന്ന രീതിയിൽ കണ്ട് പരിരക്ഷിക്കാം എന്നത് സാഹിതി പോലെയുള്ള പ്രസ്ഥാനങ്ങൾ ആലോചിക്കേണ്ടതാണ്. സാഹിത്യ അക്കാദമി പോലെയുള്ള സ്ഥാപനങ്ങൾ ആ വഴിക്ക് ചിന്തിക്കും എന്ന് കരുതാനുള്ള മൗഢ്യം എനിക്കില്ല. പക്ഷേ സാഹിതിക്ക് അത്തരം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നമുക്ക് എന്തെല്ലാം ഈണക്രമങ്ങൾ ഉണ്ടായിരുന്നു, ഈ ദണ്ഡകങ്ങൾ, വൃത്തങ്ങൾ, അതുപോലെ എന്തെല്ലാം കാര്യങ്ങൾ. യാമി യാമി ഭൈമി കാമിതം ശീഘ്രം സാധയി സാധി 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 സാധിതം മയ എന്നൊക്കെയുള്ളത്. വിഷ്ണു രമയ്ക്ക് നിശയ്ക്ക് ശശാങ്കൻ ഉമയ്ക്ക് ഹരൻ നളൻ ഓർക്കിൽ നിനക്കും എന്നൊക്കെയുള്ള ആ വാങ്മയങ്ങൾ, അതിനെ അടിസ്ഥാനപ്പെടുത്തിയ ഈണക്രമങ്ങൾ, ആ താളക്രമങ്ങൾ, അതൊക്കെ എവിടെയാണ് പോയിപ്പോയത്? നമ്മുടെ മലയാളിത്തം എവിടെയാണ് പോയിപ്പോയത്? ഈ നഷ്ടപ്പെട്ട ഈ മലയാളിത്തത്തെ വീണ്ടെടുക്കാൻ കഴിയുന്ന കവികൾ നമുക്ക് പുതിയ തലമുറയിലുണ്ട് എന്നുള്ളതാണ് സത്യത്തിൽ വലിയൊരാശ്വാസം. ഇടക്കാലത്ത് ഇതിനെ എങ്ങനെയൊക്കെ നശിപ്പിക്കാമോ അങ്ങനെയൊക്കെ നശിപ്പിക്കുക എന്നുള്ളത് വലിയൊരു ഉത്തരവാദിത്വമായി ഏറ്റെടുത്ത് പ്രവർത്തിച്ചവരുടെ ഒരു നിരയുണ്ടായിരുന്നു. എന്നാൽ ആ നിരയ്ക്ക് ശേഷം ഏറ്റവും പുതിയ തലമുറ ഈ മലയാള ഭാഷയുടെ ഈ ഒരു പൊട്ടൻഷ്യൽ എന്താണ് എന്നുള്ളത് തിരിച്ചറിഞ്ഞ് അത് വീണ്ടെടുക്കാനുള്ള ശ്രമം നടത്തുന്നു എന്നുള്ളതാണ്. സാഹിതീ ലോകത്തിൻ്റെ ദുഷിച്ചുപോയ രുചിയെ പ്രത്യാനയിപ്പാൻ ഭവാൻ പാകത്തിൽ കവി രാജരാജ ഫലമാവണ്ണം ചികിത്സിച്ചു എന്ന് AR അന്തരിച്ചപ്പോൾ മഹാകവി കുമാരനാശാൻ പ്രരോദനത്തിൽ എഴുതി. സാഹിതീ ലോകത്തിൻ്റെ ദുഷിച്ചുപോയ രുചിയെ പ്രത്യാനയിക്കുക എന്നത് ഈ കാലഘട്ടത്തിൻ്റെ വലിയൊരു ധർമ്മമാണ്. അന്ന് ആശാൻ ഏറ്റെടുത്ത ആ മഹത്തായ ധർമ്മം.
ആ ധർമ്മം ഏറ്റെടുക്കാൻ കെൽപ്പുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുന്നതിന് നമുക്ക് കഴിയേണ്ടതുണ്ട്. സാഹിതി പോലുള്ള പ്രസ്ഥാനങ്ങൾക്ക് ആ കാര്യത്തിൽ വലിയ ഉത്തരവാദിത്വം കൂടിയുണ്ട്. അങ്ങനെ ഉള്ള ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ സാഹിതിക്ക് കഴിയട്ടെ എന്നുകൂടി ആശംസിക്കുകയാണ് ഞാൻ. നമ്മുടെ ജീവിത അവസ്ഥയുടെ പ്രതിഫലനം ആകുന്ന സാഹിത്യം, നമ്മുടെ മണ്ണിൻ്റെ ഗന്ധമുള്ള, മനസ്സിൻ്റെ ഭാവമുള്ള സാഹിത്യം, അത് എവിടെയോ നമുക്ക് കൈമോശം വന്നു. നോവലിൻ്റെയൊക്കെ രംഗത്ത് ഏറ്റവും ഒടുവിൽ സംഭവിച്ചിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഒരു അസംബ്ലിങ്ങായി, ഭാഷയുടെ ഒരു അസംബ്ലിങ്ങായി നോവൽ മാറി. കുറച്ച് സഞ്ചാര സാഹിത്യത്തിൽ നിന്നെടുക്കും, കുറച്ച് വിക്കിപീഡിയയിൽ നിന്നെടുക്കും, കുറച്ച് മറ്റ് ഇൻ്റർനെറ്റ് മേഖലകളിൽ നിന്നെടുക്കും, കുറച്ച് സ്ഥല പുരാണങ്ങളിൽ നിന്നെടുക്കും. ഇങ്ങനെ പലയിടങ്ങളിൽ നിന്നായി പലത് എടുത്തിട്ട് ഇതിനെയൊക്കെ കൂടി കൂട്ടി കുഴച്ച് ഒരു നോവൽ രൂപപ്പെടുത്തുക എന്ന രീതിയിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള, ഒരു പക്ഷേ വിരുദ്ധങ്ങൾ തന്നെയായിട്ടുള്ള ഘടകങ്ങൾ ചേർത്ത് വെച്ചിട്ട് ഒരു അസംബ്ലിങ് നടത്തലായിട്ട് നോവൽ സാഹിത്യം മാറിയിട്ടില്ലേ എന്ന് ആലോചിക്കണം. ആ പ്രക്രിയയിൽ മനസ്സിൽ നിന്നും മണ്ണിൽ നിന്നും സാഹിത്യം മാറിപ്പോയിട്ടില്ലേ എന്നും ആലോചിക്കണം. അങ്ങനെ മാറിപ്പോയ സാഹിത്യത്തെ എങ്ങനെ നമ്മുടെ മണ്ണിലേക്കും മനസ്സിലേക്കും തിരിച്ചു കൊണ്ടുവരാൻ കഴിയും എന്ന് അനുവാചക സമൂഹത്തിൻ്റെ പ്രാതിനിധ്യമുള്ളൊരു പ്രസ്ഥാനമെന്ന നിലയിൽ സാഹിതിക്ക് ചിന്തിക്കാൻ കഴിയേണ്ടതുണ്ട് എന്നുകൂടി പറയണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ വിധത്തിൽ സാഹിത്യ രംഗത്ത് ഇപ്പോൾ നമ്മൾ വിട്ടുപോയാൽ എന്നേക്കുമായി കൈമോശം വരും എന്ന തരത്തിൽ അസ്തമിച്ചു പോകുന്ന ഒരുപാട് പ്രതാപങ്ങളുണ്ട്. അവയുടെ വീണ്ടെടുപ്പ്, അതിനുവേണ്ടി സമർപ്പിതമായ ഒരു പ്രവർത്തന പദ്ധതി കൂടി സാഹിതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവട്ടെ. സാഹിതി കഴിഞ്ഞ വർഷങ്ങളിൽ എത്ര സർഗാത്മകമായ രീതിയിലാണ് പ്രവർത്തിച്ചു പോകുന്നത് എന്നത് അതിൻ്റെ പ്രവർത്തന റിപ്പോർട്ടിൽ നിന്നുണ്ട്, ഉണ്ണികൃഷ്ണൻ്റെ വിവരണത്തിൽ നിന്ന് നമുക്ക് അറിയാം. എന്നാൽ അതിനൊക്കെ അപ്പുറത്ത് നമ്മുടെ സംസ്കാരത്തിൻ്റെ പരിരക്ഷ എന്ന വലിയ ഒരു ധർമ്മം അത് നിറവേറ്റുന്നുണ്ട്, അത് ഏറ്റെടുക്കുന്നുണ്ട്, അത് വളരെ കൃത്യമായി നിറവേറ്റിപ്പോരുന്നുമുണ്ട്. അത്തരം കാര്യങ്ങൾ കൊണ്ട് സാഹിതിയിൽ മലയാള ഭാഷ, കേരളീയമായ സംസ്കാരം വലിയ ഒരു പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട്. ആ പ്രതീക്ഷയുടെ സാഫല്യം എന്ന രീതിയിൽ പ്രവർത്തനത്തെ മാറ്റാൻ കഴിയട്ടെ ഈ പ്രസ്ഥാനത്തിന് എന്ന് ആശംസിക്കാൻ മാത്രമേ ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നുള്ളൂ. മുഖ്യപ്രഭാഷണം എന്ന് പറയുന്നത് ദീർഘപ്രഭാഷണമാവണമെന്നില്ല എന്ന് നിങ്ങൾക്കറിയാം. അതേപോലെ AI-യുടെ വെല്ലുവിളിയെക്കുറിച്ച് അദ്ദേഹം ഇവിടെ പറഞ്ഞു. അത് എനിക്ക് തോന്നുന്നത് അതിനെയൊക്കെ സാഹിത്യത്തിന് അതിജീവിക്കാൻ കഴിയുമെന്നാണ്. ഇപ്പോൾ വാസവദത്തയെക്കുറിച്ചുള്ള കവിത, വാസവദത്തയെക്കുറിച്ച് അതുവരെ എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ, സത്യത്തിൽ ഒരു വേശ്യ എന്ന രീതിയിൽ വാസവദത്തയെ കാണുകയാണ് ചെയ്തത്. ആ വേശ്യ എന്ന് മാത്രം വിളിക്കപ്പെട്ട, ഗണിക എന്ന് മാത്രം കണക്കാക്കപ്പെട്ട ആ വാസവദത്തയെ വ്യർത്ഥമായി പോകുന്നു കഷ്ടം അവൻ കാണാതെനിക്കുള്ള നൃത്തഗീതാദികളിലെ നൈപുണി പോലും എന്ന് ചിന്തിക്കുന്ന മനസ്സിൻ്റെ ഉടമയായ ഒരാളായി കാണാനൊരു കവി വേണ്ടി വന്നു. വാസവദത്തയെ സംബന്ധിച്ച പുതിയൊരു ദർശനമാണ് സത്യത്തിലത്. വാസവദത്തയെ അങ്ങനെ ആരും കണ്ടിട്ടില്ല. വ്യർത്ഥമായി പോകുന്നു കഷ്ടം അവൻ കാണാതെനിക്കുള്ള നൃത്തഗീതാദികളിലെ നൈപുണി പോലും. എനിക്ക് നൃത്തഗീതാദികളിലൊക്കെ വലിയ നൈപുണ്യമുണ്ട്, എന്നാൽ പക്ഷേ അവൻ കേൾക്കാനില്ലല്ലോ, അവൻ കാണാനില്ലല്ലോ. 10,000 പേര് കേൾക്കുന്നുണ്ടാവാം എൻ്റെ പാട്ട്, 10,000 പേര് കാണുന്നുണ്ടാവാം എൻ്റെ നൃത്തം. പക്ഷേ ആ നൃത്തം സഫലമാവുന്നത് എൻ്റെ മനസ്സിന് പ്രിയപ്പെട്ട ഒരാൾ കാണുമ്പോഴാണ്, ഒരാൾ കേൾക്കുമ്പോഴാണ്. അങ്ങനെ ചിന്തിച്ചിരുന്ന, അങ്ങനെ ഉപഗുപ്തനെ കണ്ടിരുന്ന ഒരു ആളായി വാസവദത്തയെ ചിത്രീകരിക്കാൻ ഒരു കവി വേണ്ടി വന്നു. അങ്ങനെ മനസ്സിനെ കാണുന്ന ഒരു ഫാക്കൽറ്റി ഉണ്ട്. ഈ മനസ്സിനെ കാണുന്ന ഫാക്കൽറ്റി AI-യിൽ നിന്ന് ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ ഉണ്ടാകും എന്നെനിക്ക് പറയാൻ വയ്യ. ശാസ്ത്ര സാങ്കേതിക രംഗത്തൊക്കെ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് നമുക്കെല്ലാം അറിയാം. ഇത് സംബന്ധിച്ച് ഓരോ ഘട്ടത്തിലും വെല്ലുവിളി ഉയർന്നിട്ടുമുണ്ട്. പേന വന്ന സമയത്ത് നാരായം പിന്തള്ളപ്പെട്ടതുപോലെ, അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പ് ഈ അച്ചടി വന്നപ്പോൾ കല്ലച്ച് സമ്പ്രദായം പിന്തള്ളപ്പെട്ടതുപോലെ ചില ഈ ഡിവൈസസ് പിന്തള്ളപ്പെട്ടു പോകാം. എന്നാൽ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ഈ സാഹിത്യം നിലനിൽക്കും. നങ്ങേമക്കുട്ടി പോലെ ഒരു കൃതി AI-യോട് പറഞ്ഞാൽ ഏതെങ്കിലും കാലത്തെ എഴുതും എന്നെനിക്ക് തോന്നുന്നില്ല. ഒളപ്പമണ്ണയുടെ ഭാഷയിൽ എഴുതുമായിരിക്കും, ഒളപ്പമണ്ണയുടെ ശൈലിയിൽ എഴുതുമായിരിക്കും, ഒളപ്പമണ്ണ ഉപയോഗിച്ച ബിംബത്തിന് സമാനമായിട്ടുള്ള ബിംബങ്ങൾ കണ്ടെത്തി ഉപയോഗിച്ചുകൊണ്ട് എഴുതുമായിരിക്കും. പക്ഷേ നങ്ങേമക്കുട്ടി നമ്മളുടെ മനസ്സിൽ ഉണർത്തുന്ന കണ്ണീർ തുള്ളിയുണ്ടല്ലോ, അതിൻ്റെ തിളക്കമുള്ള, അതിൻ്റെ ചൂടുള്ള ഒരു വാങ്മയം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ നിന്ന് ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ ഉണ്ടാകും എന്നെനിക്ക് പറയാൻ പറ്റില്ല. സുഗതകുമാരിയുടെ കൊല്ലേണ്ടതെങ്ങനെ എന്ന കവിത
ആ കവിത നമ്മുടെ മനസ്സിലുണ്ടാക്കുന്ന ആ ദാരുണമായ ഭാവമുണ്ടല്ലോ, ആ ഒരു വൈകാരികാവസ്ഥയുണ്ടല്ലോ, അതിന് സമാനമായ കവിത എഴുതുമായിരിക്കും പക്ഷേ ആ അവസ്ഥ ഉൽപ്പാദിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു സർഗാത്മകത ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ നിന്ന് ഉണ്ടാവുക വയ്യ. കളിയച്ഛനിലെ ചില വരികൾ, ലോല പീതാംബര ചാത്തിനുമപ്പുറം ചാരു മുടിവനമാലകൾക്കപ്പുറം പ്രീതിപ്പൊലിമതൻ പെൺതിടമ്പം മഹാജ്യോതിസ്വരൂപനെ കാണുന്നതില്ലയോ എന്ന് പി എഴുതുമ്പോൾ ആ വാങ്മയത്തിൻ്റെ സവിശേഷമായ ഒരു പൊലിമ കൊണ്ട് തന്നെ നമുക്ക് ആ ജ്യോതിസ്വരൂപ രൂപം കാണാൻ പറ്റും, അനുഭവിക്കാൻ പറ്റും. അങ്ങനെ കാണാൻ പറ്റുന്ന, അങ്ങനെ അനുഭവിപ്പിക്കുന്ന വിധത്തിലുള്ള ഇമേജറി സൃഷ്ടിക്കാൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് കഴിയുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എനിക്ക് ഉറപ്പായി പറയാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഒരു ചിന്ത ഇങ്ങനെ പങ്കുവയ്ക്കുന്നത്. കളിയച്ഛനിൽ തന്നെ പാട്ട് കഴിഞ്ഞൊരു ഗായകൻ വെച്ചതാം ചേങ്ങലം പോലെ മയങ്ങുന്നു ഭൂതലം എന്ന ഒരു ഭാഗമുണ്ട്. ഈ ഭൂതലമാകെ അങ്ങൊരു സുഷുപ്തിയിലേക്ക് കണ്ടുപോവുകയാണ്. എങ്ങനെയാണ്? പാട്ട് കഴിഞ്ഞിട്ട് ഈ ചേങ്ങലം കൊട്ടിയിട്ട് താഴേക്ക് വെച്ചാൽ ആ ചേങ്ങലം ഉണ്ടാക്കുന്ന റിസണൻസ് ഉണ്ടല്ലോ, അതിങ്ങനെ നേർത്ത് വന്ന് പൂർണ്ണ മൗനത്തിലേക്ക് എത്തുന്നത് പോലെ ഈ ഭൂതലം അങ്ങനെ സുഷുപ്തിയിലേക്ക് കണ്ടുപോകുന്നു എന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് പറയാൻ കഴിയുമോ? അതൊരു പീക്ക് മാത്രം കഴിയുന്നതാണ്. അപ്പോൾ ഒരു ഉളപ്പമണ്ണയ്ക്ക് മാത്രം കഴിയുന്നതാണ്. നേരു പറയണം അങ്ങ് വിളിക്കയൻ പേര് മധുരമായി തീരുന്നതെങ്ങനെ, നേരു പറയണം അങ്ങ് തൊടുമ്പോൾ ഞാൻ പൂവ് പോലെ മൃദുവാകുന്നതെങ്ങനെ, അങ്ങയിലെന്തൊരഭൗമമാം ശക്തിയാണ് ഇങ്ങനെ എന്നെ അധീനയായി മാറ്റുവാൻ എന്ന് അനുഭൂതിജനകമാം വിധം സംബോധന ചെയ്യുന്ന തരത്തിലുള്ള കവിതകൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ നിന്നുണ്ടാകുമോ? ഇതിന് നിരക്കുന്ന വിധത്തിലുള്ള പദങ്ങളുടെ ചേരുവയും ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമായിരിക്കും. പക്ഷേ അത് ഉണർത്തി തരുന്ന ഭാവമുണ്ട്. ആ ഭാവം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് അപ്രാപ്യമായിരിക്കും. കൈക്കുടന്ന നിറച്ചും ഞാൻ നിന്നെ കോരിയെടുക്കവേ ചോരുന്നു ലജ്ജ കൊണ്ടു നീ എന്ന് ഒളപ്പമണ്ണ എഴുതിയിരിക്കുന്നു. അതിന് സമാനമായ വരികൾ ഉണ്ടാക്കാൻ പറ്റുമോ? സാധാരണ സ്റ്റേറ്റ്മെൻറ്റ്സ്, ആ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ മറ്റൊരു വെർഷൻ അവതരിപ്പിക്കാൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് കഴിയുമായിരിക്കും. യേശു വെള്ളം വീഞ്ഞാക്കി എന്നെല്ലാവരും പറയുന്നു. യേശു വെള്ളം വീഞ്ഞാക്കി എന്ന് പറയാൻ ഒരു കവിയുടെ സാന്നിധ്യമൊന്നും ആവശ്യമില്ല. പക്ഷേ ബൈറനെ പോലെയുള്ളൊരു കവി വേണ്ടി വന്നു. വാട്ടർ ലുക്സ് ടുവേഴ്സ് ദ ഫേസ് ഓഫ് ഹിസ് ക്രിയേറ്റർ, സീയിങ് ദാറ്റ് ഫേസ് ഇറ്റ്സ് ഫേസ് ബ്ലഷ്ഡ് എന്ന് പറയാൻ. ജലം സൃഷ്ടാവിൻ്റെ മുഖത്തേക്ക് നോക്കി. എല്ലാവർക്കും അറിയാം കാനായിലെ കല്യാണത്തിൻ്റെ സവിശേഷതയൊക്കെ. കല്യാണത്തിനിടയിൽ വീഞ്ഞ് തീർന്നു പോകുന്നു, വീഞ്ഞുണ്ടാക്കണം, പക്ഷേ വീഞ്ഞില്ല. യേശു എവിടേക്ക് കടന്നു ചെല്ലുന്നു, ഈ ഭരണികളിലാകെ വെള്ളം നിറയ്ക്കാൻ പറയുന്നു. ആ വെള്ളത്തിലേക്ക് യേശു ഒന്ന് നോക്കുമ്പോൾ വെള്ളം വീഞ്ഞാകുന്നു. വെള്ളം വീഞ്ഞാക്കി എന്ന് പറയാനേ നമുക്ക് പറ്റൂ. പക്ഷേ വാട്ടർ ലുക്സ് ടുവേഴ്സ് ദ ഫേസ് ഓഫ് ഹിസ് ക്രിയേറ്റർ, ജലം അതിൻ്റെ സൃഷ്ടാവിൻ്റെ മുഖത്തേക്ക് നോക്കി. ആ മുഖം കണ്ട് ജലത്തിൻ്റെ മുഖം ചുവന്നു തുടുത്തു. ഇതാണ് കവിതയുടെ ഭാഷ. ഈ ഭാഷ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് ഉണ്ടാക്കാം എന്ന് ഞാൻ കരുതുന്നില്ല, ഉണ്ടാക്കാൻ കഴിയും എന്ന് ഞാൻ കരുതുന്നില്ല. അങ്ങനെ വേറിട്ട രീതിയിൽ പറയാം. ഓൾ ദ ഫൺ ഈസ് ഇൻ ഹൗ യു സേ എ തിങ് എന്ന് പറയും. തിമോത്തി സ്റ്റീലിനെ പോലെ പ്രശസ്തനായ ഒരു കവിയും നിരൂപകനുമാണ് പറഞ്ഞിട്ടുള്ളത്. ഓൾ ദ ഫൺ ഈസ് ഇൻ ഹൗ യു സേ എ തിങ്. ഒരു കാര്യം നിങ്ങൾ എങ്ങനെ പറയുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു അതിലെ കവിത എന്നതിൻ്റെ അർത്ഥം. ഫൺ എന്നുള്ളതിന് ഇവിടെ അർത്ഥം അതിൻ്റെ വ്യവസ്ഥാപിതമായ അർത്ഥമല്ല എന്ന് ഞാൻ പറയട്ടെ. നിങ്ങളെങ്ങനെ ഒരു കാര്യം പറയുന്നത്, വേ ഇൻ വിച്ച് യു നറേറ്റ് സംതിങ്, ദ വേ ഇൻ വിച്ച് യു സേ സംതിങ്, ഇറ്റ് മാറ്റേഴ്സ് എ ലോട്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സവിശേഷമായ രീതിയിൽ പറയാൻ കഴിയണം. ഈ സവിശേഷമായ രീതിയിൽ പറയൽ എന്ന് പറയുന്നത് ഈ മാനുഷികതയിൽ കൂടി വേരുകളുള്ള രീതിയിലുള്ള പറച്ചിലാണ്. റോബർട്ട് ബ്രിഡ്ജസിലുള്ള കത്തിൽ ഹോപ്കിൻസ് പറയുന്നുണ്ട്, The poetic language of an age should be the current language heightens. കറൻറ്റ് ലാംഗ്വേജ് അല്ല കവിതയുടെ ഭാഷ. കേവല വ്യവഹാര ഭാഷയല്ല കവിതയുടേത്. കേവല വ്യവഹാര ഭാഷയിലെ പദങ്ങൾ ഉപയോഗിക്കരുതെന്നല്ല, പക്ഷേ അതിലെ പദങ്ങൾ ഉപയോഗിക്കുമ്പോൾ രണ്ട് വാക്കുകൾ കൂട്ടിച്ചേർക്കുമ്പോൾ ഒരു നക്ഷത്രം ഉണ്ടാകണമെന്ന് പറയുമല്ലോ. അതുപോലെ ദ പൊയറ്റിക്കൽ ലാംഗ്വേജ് ഓഫ് ആൻ ഏജ് ഷുഡ് ബി ദ കറൻറ്റ് ലാംഗ്വേജ് ഹൈറ്റൻഡ്. കറൻറ്റ് ലാംഗ്വേജ് കേവല വ്യവഹാര ഭാഷ ഹൈറ്റൻഡ് ആവണം. എവിടേക്ക്? ഒരു സബ്ലിമിറ്റിയിലേക്ക്, ഉദാത്തതയിലേക്ക്, ഒരു ഉത്കൃഷ്ടതയിലേക്ക് ഉയരണം. ഈ ഉദാത്തതയിലേക്ക് ഉയരുമ്പോഴാണ് അത് അനുഭൂതികളുടെ ഒരു പ്രസരണം സാധ്യമാക്കുന്നത്, അനുഭൂതികളുടെ ഒരു സുഗന്ധം അത് പ്രസരിപ്പിക്കുന്നത്, അതീതമായ ചില ജീവിത സത്യങ്ങളെ അത് പ്രകാശനം ചെയ്യുന്നത്, അതേപോലെ കടന്ന് കാണുക എന്നൊരു ധർമ്മം നിറവേറ്റുന്നത്. അങ്ങനെ കവിതയ്ക്ക് ചില അടിസ്ഥാന ധർമ്മങ്ങൾ നിറവേറ്റാൻ കഴിയണം.
ഈ അനുഭൂതികളുടെ പ്രസരണം സാധ്യമാക്കുക എന്ന് പറയുന്നതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഈ ലോല പീതാംബര ചാർത്തിൻ്റെ കാര്യത്തിലായാലും യേശു വെള്ളം വീഞ്ഞാക്കി എന്നുള്ളതിൻ്റെ മറ്റൊരു പറച്ചിലാണെങ്കിലും ഒക്കെ നമ്മുടെ മനസ്സിലൊരു അനുഭൂതി ഉണ്ടാവുന്നുണ്ട്. വന്നുടൻ നേത്രോൽപ്പലമാലയും ഇട്ടാൽ മുന്നം പിന്നെത്താൻ വരണാർത്ഥമാലയും ഇട്ടിയിടിനാൻ എന്ന് പറയുന്നിടത്ത് സീതയെ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ അങ്ങനെ പറയാതെ ശ്രീരാമൻ വന്ന് നേത്രോൽപ്പലമാലയും ഇട്ടിയിടിനാൻ എന്ന് പറയുന്നിടത്താണ് നേത്രോൽപ്പലമാലയിട്ടു, കണ്ണുകൊണ്ടൊരു മാലയിട്ടു. ഈ കണ്ണുകൊണ്ട് മാലയിടലാണ് സത്യത്തിൽ കാവ്യഭാഷ. വെറുതെ മാലയിട്ടു എന്നല്ല പറയുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് കറൻറ്റ് ലാംഗ്വേജ് ഹൈറ്റൻഡ് ആവണം. ആ കറൻറ്റ് ലാംഗ്വേജിനെ ഹൈറ്റൻഡ് ആക്കുന്ന ഒരു ജീനിയസ്, ആ ജീനിയസ് എന്ന് പറയുന്നത് ഹ്യൂമൻ ജീനിയസ് ആയാലേ പറ്റൂ. അതല്ലാതെ ഒരു യന്ത്രത്തിൻ്റെ ജീനിയസിന് അത് സാധ്യമാകും എന്ന് ഞാൻ കരുതുന്നില്ല. അതുകൊണ്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഏതെങ്കിലും തരത്തിലുള്ളൊരു വെല്ലുവിളി നമുക്ക് നേർക്ക് ഉയർത്തും എന്നും കരുതാൻ എനിക്ക് കഴിയുന്നില്ല. അതിനെയൊക്കെ കടന്ന് കവിത സഞ്ചരിക്കും. എത്രയോ ആയിരത്താണ്ടുകളായിട്ട് കവിത അങ്ങനെ സഞ്ചരിച്ചേ പോരുന്നു. ഇനിയും അത് സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും. ചില പ്രത്യാശകൾ പങ്കുവയ്ക്കാൻ, നമ്മുടെ മനസ്സ് വല്ലാതെ ദുർബലമായി പോകുന്ന ഘട്ടത്തിൽ ആ മനസ്സിൻ്റെ കൈ പിടിക്കാൻ സ്ഫുടതാരകൾ കൂരിരുട്ടിലുണ്ടിടയിൽ ദ്വീപുകളുണ്ട് സിന്ധുവിൽ ഇടർ തീർപ്പതിനേക ഹേതുവന്നണയാമേതു മഹാവിപത്തിലും എന്നതുപോലെയുള്ള ചില ജീവിത സത്യങ്ങളുടെ ഉന്മീലനം നമ്മുടെ മനസ്സിൽ നിർവഹിക്കാൻ ഒക്കെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കവിതയ്ക്ക് സാധ്യമാവില്ല. അത് മനുഷ്യ മനസ്സിൻ്റെ കവിതയ്ക്ക് മാത്രമേ സാധ്യമാവൂ. അങ്ങനെ എത്ര ഉദാഹരണങ്ങൾ വേണമെങ്കിലും നിരത്താൻ പറ്റും. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കവിതയുടെ അന്ത്യം കുറിക്കില്ല എന്ന ശുഭവിശ്വാസപരമായൊരു പ്രത്യാശ പങ്കുവെച്ചുകൊണ്ട് ഈ സമ്മേളനത്തിലെ മുഖ്യപ്രഭാഷണം എന്ന എന്നിൽ അർപ്പിതമായ ചുമതല നിറവേറ്റിയതായി അറിയിക്കട്ടെ. യൂസഫ് അലി കേച്ചേരിയുടെ അനുഗ്രഹം എന്ന നിലയിൽ ഈ പുരസ്കാരം ഞാൻ ഏറ്റുവാങ്ങട്ടെ. ഞാൻ എൻ്റെ കൈകളിലേക്കല്ല, എൻ്റെ മനസ്സിലേക്കാണ് ഈ പുരസ്കാരം ഏറ്റുവാങ്ങുന്നത് എന്നറിയിക്കട്ടെ. ഇത് യൂസഫ് അലി കേച്ചേരിയുടെ അനുഗ്രഹമാണ് എന്ന് ഞാൻ അറിയുന്നുവെന്നും ആ അനുഗ്രഹത്തിൻ്റെ പരാഗരേണുക്കൾ എൻ്റെ നെറുകയിൽ ഉതിരുകയാണ് നിമിഷങ്ങളിലെന്നും ഞാൻ അറിയിക്കട്ടെ. നന്ദി, നമസ്കാരം.